ഈ ഡിഫറെൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. കാരണം നിങ്ങൾ ഡിഫറെൻ്റ് ആയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയാം, നിങ്ങൾ പുറന്തള്ളപ്പെടും. ഡിഫറെൻ്റ് ആവുക എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് സർവൈവലിന് പോലും അത്യാവശ്യമാണ്. ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് യുവർ ഡിസിഷൻ ടു മേക്ക് യു ആസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ, നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങൾ ഡിഫറെൻ്റ് ആകാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എങ്കിൽ ഇറ്റ്സ് വിൽ ബി വെരി ഹാർഡ് ടു സർവൈവ്. കാരണം ദിസ് വേൾഡ് ഗോയിങ് ടു ബി ഡിഫറെൻറ്റ് എവറി ഡേ. ടെക്നോളജി ഈസ് ചേഞ്ചിങ് എവറി ഡേ. ന്യൂ ചാലഞ്ചസ് ആർ കമ്മിങ് ഇൻ യുവർ ഡോർ സ്റ്റെപ്പ്. അതുപോലെ തന്നെ വെല്ലുവിളികൾ വരുന്നു, പുതിയ ചാലഞ്ചസ് വരുന്നു. സോ പുതിയ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് പക്ഷേ പഴയ പാക്കും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആളുകൾക്കുള്ളതല്ല. പുതിയ വെല്ലുവിളി നേരിടാൻ, പുതിയ മാറ്റങ്ങൾക്ക് തയ്യാറാകുന്ന, അൺകോമൺ ആവാൻ തയ്യാറാവുന്നവർക്ക് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി. പുതിയ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ പുതിയ റിക്വയർമെന്റുകൾ ഉണ്ടാകും. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ കഴിവുകൾ ആവശ്യം വരും. ആ കഴിവുകൾ ആദ്യം നേടിയെടുക്കുന്ന ആളായിരിക്കണം. ന്യൂ ഡെവലപ്മെന്റ് ഈസ് റിക്വയർഡ്. കാരണം ഡിഫറെൻ്റ് ആവുക എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴാണ് നമ്മൾ ഡിഫറെൻ്റ് ആവുന്നത്? ഇപ്പം ഞാൻ ട്രെയിനിങ് മേഖലയിൽ ഡിഫറെൻ്റ് ആവണം. ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ട്രെയിനിങ് മേഖലയിൽ ഹ്യൂജ് ഗ്രോത്ത്. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാളും 100 ഇരട്ടി ഗ്രോത്ത് ആണ് നമ്മൾ എയിം ചെയ്തിരിക്കുന്നത്. 100 ഇരട്ടി ഗ്രോത്ത്. യെസ്, ഡിഫറെൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ തിങ്കിങ്ങിന് മുമ്പ്, ഡിഫറെൻ്റ് ആവുന്നത് തിങ്കിങ് രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. തിങ്കിങ്ങിന് മുമ്പ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പുതിയ ചിന്ത വരും. പുതിയ ചിന്ത വരുന്ന സമയത്ത് പുതിയ ഹാബിറ്റുകൾ രൂപപ്പെടും. പുതിയ ഹാബിറ്റുകൾ രൂപപ്പെടുമ്പോൾ പുതിയ ക്യാപ്പബിലിറ്റി ഉണ്ടാകും. പുതിയ ക്യാപ്പബിലിറ്റി ഉണ്ടാകുമ്പോൾ പുതിയ റിസ്കുകൾ നമ്മൾ എടുക്കാൻ തയ്യാറാവും. പുതിയ ക്യാപ്പബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് പുതിയ സക്സസ്സുകൾ ഉണ്ടാകും. സോ നമ്പർ 1, ഇഫ് യു റിയലി വാണ്ട് ടു ബി ഡിഫറെൻറ്റ്, always learn different things.